നമസ്കാരം. ഇന്നലെ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജാണ് ഒരു ചെറിയ ശീലത്തെക്കുറിച്ച്, നെറ്റിയിൽ കുറി തൊടുന്നതിനെക്കുറിച്ച്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് ചെയ്യണം അതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് കോമൺ ആയിട്ടൊരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പഠിക്കുകയാണ്. പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനം അത്യധികം അധികരിച്ച ദിവസങ്ങളാണ്. കാരണം പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ കൂടെയുള്ളവരുടെ ചോദ്യവും മനസ്സിനെ വല്ലാതെ അലട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങളും ദുഃഖവും ദേഷ്യവും പലതും അന്യോന്യം കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതിനെ മാറ്റുവാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. ഇത് സമൂഹ മനസ്സാണ്. ഇന്നത്തെ സമൂഹ മനസ്സ് അങ്ങനെ ആയിക്കഴിഞ്ഞു. നമുക്കെന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നെറ്റിയിൽ കുറി തൊടുന്നതിൻ്റെ ശാസ്ത്രീയം ഇല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളതാണ്. ഓരോ ഹിന്ദുവും ചെയ്യേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമാണ് നെറ്റിയിൽ തിലകധാരണം. അതായത് ഭസ്മമോ ചന്ദനമോ കുങ്കുമമോ ചെറുപ്പം മുതൽക്ക് തന്നെ കുറി തൊട്ട് ശീലിക്കുക. ചെറിയ രീതിയിലെങ്കിലും തൊട്ട് ശീലിക്കുക. ഒരു സിമ്പലാണത്. ആദ്യം നമുക്ക് അതിനെ അങ്ങനെ കാണാം. കാരണം ത്രിവർണ്ണ പതാക കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നാം അറിയാതെ ദേശീയത, പാട്രിയോട്ടിസം വരികയാണ്. അതുവരെ ഇല്ല. 24 മണിക്കൂറും ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ആയതിനാൽ നമ്മൾ ഓരോരോ സിമ്പൽ, ഇല്ലെങ്കിൽ നമ്മൾ ഒരു വൈഫൈ കാണുമ്പോൾ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരു പോലീസിൻ്റെ യൂണിഫോം ഇട്ട ഒരാളെ കാണുകയാണ്. അപ്പോൾ പോലീസാണെന്ന് ധരിച്ചുകൊണ്ട് വണ്ടി നേരായ മാർഗത്തിൽ വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ യൂണിഫോമിലൂടെ നാം നിയമപാലകരെ കാണുകയാണ്. നിയമം തെറ്റിക്കരുത് എന്നുള്ള ബോധം വരികയാണ്. അപ്പോൾ നാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ ബോധത്തെ ഉണർത്തുകയാണ്. നല്ലതിനാണെങ്കിലും ശരി, ചീത്ത ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി. അപ്പോൾ ആയതിനാൽ ഒരു കുറി തൊടുമ്പോൾ, ഒരു ഭസ്മധാരണം ചെയ്യുമ്പോൾ തന്നെ രാവിലെ നമ്മുടെ മനസ്സ് ധർമ്മബോധത്തിലേക്ക് ഉണരുകയാണ്. ഒരു കൾച്ചറൽ സിമ്പലാണ്. നാം ഏവരും ചിന്തിക്കാം. ഒരു ചെറുപ്രായത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ LKG UKG വേണ്ട, പ്രീ-KG മുതൽക്ക് തന്നെ നാം തുടങ്ങേണ്ട ഒരു ശീലമാണ്. അത് നിത്യം ശീലിച്ച് അത് കണ്ട് ചെയ്ത് വരുന്ന ഒരു കുട്ടിക്ക് 10 വയസ്സിൽ ഒരു ധാർമ്മികത ഇല്ലെങ്കിൽ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു മൂല്യം, ഒരു ഐഡിയ കൊടുക്കുമ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇത് വീട്ടിൽ വലിയവരും കുറി തൊടുന്നില്ല, അടുത്ത വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ഒരു ചിന്തയാണ് ഇതിൻ്റെ പുറകെ കാരണം. അതായിരിക്കാം, ഇല്ലെങ്കിൽ അത് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഭസ്മക്കുറി തൊട്ട് കഴിഞ്ഞാൽ അവരെ ഒരു വല്ലാത്ത രീതിക്കുള്ള നോട്ടങ്ങളും, ഇല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ ഇതെന്താണ്, സ്വാമിയാണോ എന്നുള്ള ഒരു തോന്നൽ, ഇതിലേക്കെല്ലാം സമൂഹ മനസ്സിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. മീഡിയയുണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്, ചലച്ചിത്രങ്ങളുണ്ട്. ഇങ്ങനെ പല തരത്തിലും ഒരു സമൂഹ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിൽ സംസ്കാരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐഡിയാസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, ശീലം സർവത്ര വൈധനം, വിദേശേഷു വിദ്യാധനം, വ്യസനേഷു ബുദ്ധിർധനം, പരലോകേ ധനം ധർമ്മം, ശീലം സർവത്ര വൈധനം. ശീലം മാത്രമാണ്, നല്ല ശീലം മാത്രമാണ് നമുക്ക് വേണ്ടത്. ആയതിനാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ തന്നെ, നഴ്സറിയിൽ അയക്കുമ്പോൾ തന്നെ ഒരു ഭസ്മമോ ചന്ദനമോ കുങ്കുമമോ ഏതാണോ സൗകര്യം അത് ചെറിയ രീതിയിലെങ്കിലും ലലാട്ടം നെറ്റിയിൽ തൊട്ട് ശീലിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേയും അത് ശീലിക്കുക. ഈ ശീലം ഒരു ചിലപ്പോൾ വേണമെങ്കിൽ ഒരു നിസാരമായി തോന്നിയേക്കാം, പക്ഷെ ഒരിക്കലുമല്ല. നമ്മൾ വാല്യൂസ് ബിൽഡ് ചെയ്യുകയാണ്. ഈ കൾച്ചറിൻ്റെ അടിസ്ഥാനം ബിൽഡ് ചെയ്യുകയാണ്. ഇതൊന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ 15ാമത്തെ വയസ്സിൽ കയറി ഇതൊക്കെ എന്താണ് നെറ്റിയിൽ പൂശിക്കൊണ്ടിരിക്കുകയാണ്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടും പറ്റില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാലും കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഓരോ ഹിന്ദുവും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് നെറ്റിയിൽ ഭസ്മം, ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം ഏതാണോ അവരവരുടെ മനസ്സിനിഷ്ടം തീർച്ചയായിട്ടും അത് നെറ്റിയിൽ തൊടണം. എപ്പോഴും അത് തൊട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ആ ശീലം മറ്റുള്ളവർ കാണുമ്പോൾ അവരും പകർത്തും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.